ഇതിൻ്റെ ചെറിയൊരു പാർട്ട് നമ്മളെ കോവളത്തുണ്ട്, ശരിയല്ലേ? ഇതൊക്കെ തന്നെ ഒരു കാഴ്ച കാണാൻ കേട്ടോ. അങ്ങനെ ഇനി 5.5 കിലോമീറ്റർ കൂടി നടക്കാണ്ട് മനസ്സിൽ പലരും പൈസ ഒക്കെ ഉള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. എൻജോയ് എൻജോയ് എൻജോയ്. നിങ്ങൾ ആഗ്രഹിച്ചോളി മോണ്ടിനോഗ്രോ എങ്ങനെ പോകണം, എന്ത് പോകണം എന്നൊക്കെ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചോളി, ഞാൻ പറഞ്ഞുതരാം. ആ കാണുന്നത് ഇറ്റലീൻ്റെ ഒരു ഭാഗമാണ്. ലോകത്തിലെ സ്വർഗം തന്നെ ഇവിടെ ഉണ്ടല്ലോ, കണ്ടോളി സുഹൃത്തുക്കളെ. അടിപൊളി ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. പക്ഷെ നല്ല ഭംഗിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവ്, ഒന്നും പറയാനില്ല. ഇനി വീണ്ടും ബീച്ച്, ഇങ്ങോട്ടേക്ക് തള്ളിയിട്ടുള്ള ബീച്ച്. ഹായ്, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ മോണ്ടിനോഗ്രോയിലെ ബുധുവ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ എത്തി, കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട്. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ഇപ്പോൾ ഇവിടെ കുടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഇവിടെ സീസൺ അല്ലാത്തത് കൊണ്ടാണ്. സീസൺ ആകുമ്പോൾ ഇവിടെ അടിപൊളി ലൊക്കേഷനാണ്, ചെറിയ പൈസയേ ഉള്ളൂ. ഇതാ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഐലൻഡിലേക്കൊക്കെ ഉണ്ട്. ഈ സമയം ആയതുകൊണ്ട് ഒന്നുമില്ല കേട്ടോ. ഇതാ അവിടെ ഒരു ഫോർട്ട് ഉണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനിലാണുള്ളത്. അപ്പോൾ നമ്മളെ ബുധുവയിലെ, അതായത് മോണ്ടിനോഗ്രോ എന്ന് പറഞ്ഞ ഭൂമിയിലെ സ്വർഗത്തിലെ ബുധുവ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ നമ്മളെ മലബാർ ടു ലണ്ടൻ യാത്രയിലെ ഒമ്പതാമത്തെ രാജ്യമായ മോണ്ടിനോഗ്രോന്ന്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട കാഴ്ച കേട്ടോ പോകുന്നത്. ആ ലൊക്കേഷനിലേക്ക് പോകാനുണ്ട്. കുറേ മഴ ആയതുകൊണ്ടും തണുപ്പായതുകൊണ്ടൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാനൊരു ബസ്സൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്ഥലം കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ മോണ്ടിനോഗ്രോയിലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കൂടെ ഉണ്ടാകുക. അടിപൊളി സ്ഥലമായിരിക്കും കേട്ടോ, കാണിക്കാൻ പോകുന്ന അടിപൊളി സ്ഥലമായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, ഫുള്ള് കാണുക കേട്ടോ ഇന്നത്തെ കാഴ്ച. ഓക്കെ, എല്ലാവർക്കും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇതാണ് കേട്ടോ ആ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞേ. ഇവിടെ കണ്ടില്ല, ഇരിക്കാനുള്ള സ്ഥലം, ക്യാമ്പിങ്ങിനുള്ള സ്ഥലം, ഇവിടെ കുടയൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാവും പോലും. ക്യാമ്പ് ഫയർ ഉണ്ടാവും, കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. കണ്ടില്ലേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം പറയുക. ഇത് ബുധുവിൻ്റെ ഓൾഡ് ടൗണാണ് കേട്ടോ. ഈ ഇതിൽ കാണുന്ന താഴത്ത് ഇത് ബോട്ട് സർവീസിന് ഇതാ ഇവിടുന്ന് ഈ ഐലൻഡിലേക്കുള്ള ഒരു അടിപൊളി സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മഴ ആയിട്ടും സീസൺ അല്ലാത്തതുകൊണ്ട് സർവീസ് ഇല്ല. ഇത് ബുധുവ ടൗണ്, ഇത് വേറൊരു ടൗണ്, ഇത് വേറൊരു ടൗൺ. ഇതൊക്കെ കുറേ ദൂരം വിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഴ്ച ഒന്നും നോക്കണ്ട. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ അഡ്രിയാറ്റിക് കടലെടുക്കുകയാണ്. അഡ്രിയാറ്റിക്, ആ വെളിച്ചം കാണുന്ന സ്ഥലം ഇറ്റലി കേട്ടോ. ആ ഭാഗം ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ദൂരെ ഒരു സ്ഥലം കണ്ടകൾ, ആ കാണുന്നത് ഇറ്റലീൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റലിയാണ് ഇതിൻ്റെ ഏരിയയിൽ മൊത്തം ബോർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ കാഴ്ചയിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ നിങ്ങളെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിലെ സ്വർഗം കാണാൻ പോവുകയാണ്. ഭൂമിയിലെ സ്വർഗം. അപ്പോൾ അങ്ങനെ തന്നെ കിട്ടിയൊരു ചാൻസാണ്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ദിവസം വീണ്ടും ഇവിടെ നിൽക്കാണ്ടായ കാരണം എനിക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ യാത്രയിൽ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ വീഡിയോ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹവും എനിക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്നതാണ്. അപ്പോൾ നമ്മൾ കാഴ്ചയിലേക്ക് പോകല്ലേ, എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മളെ ഹോസ്റ്റലിൽ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഈ ഹോസ്റ്റലിൽ ഇതൊക്കെ സീസൺ ആകുമ്പോൾ ഇവിടെ അടിപൊളിയാക്കും കേട്ടോ. ഇവർ സീസൺ അല്ലാത്തപ്പോൾ ആൾക്കാർ കുറവാകുമ്പോൾ ഇവർക്ക് ഒരു മൂഡുണ്ടാവില്ല. അവരെ വർക്കേഴ്സൊക്കെ കുറവായിരിക്കും. പക്ഷേ നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് റിസപ്ഷൻ്റെ ഭാഗമാണ് ഇവിടെ നിന്നുള്ള. ഇത് ക്യാമ്പ് ഫയർ സ്ഥിരം നടക്കുന്ന സ്ഥലം കേട്ടോ. ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടാവും. ഇതാ ഈ വ്യൂ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ വ്യൂ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഇവിടെ എത്ര ദിവസം നിന്നാലും നിങ്ങൾക്ക് മടുക്കുമോ? നിൽക്കുകയാണ് ചെറിയ പൈസ ചിലവിലും വലിയ ഫുഡിനോ ഒന്നും വലിയ എക്സ്പെൻസ് ഇല്ലാതെ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ചെറിയ എക്സ്പീരിയൻസ് ആണോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്? ചെറിയ എക്സ്പീരിയൻസ് ഒന്നുമല്ലത്. നിങ്ങൾക്ക് ഇവിടെ ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും ഇവിടെ വരാൻ കഴിയില്ല. ആരാ പറഞ്ഞു നിങ്ങളോട്? ഇതൊക്കെ വരാൻ കഴിയും. ഞാൻ വളരെ സിമ്പിളായിട്ടല്ലേ വന്നത്, പെട്ടേന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എത്തിപ്പെട്ടതുകൊണ്ട് നിങ്ങളോട് പറയണം, എൻ്റെ വ്യൂവേഴ്സിനോട്, നിങ്ങൾ ആഗ്രഹിച്ചോളി മോണ്ടിനോഗ്രോ എങ്ങനെ പോകണം, എന്ത് പോകണം എന്നൊക്കെ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചോളി, ഞാൻ പറഞ്ഞുതരാം. വലിയ പൈസ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ.
നിങ്ങളെ കൊണ്ട് കഴിയുന്ന പൈസയേ ഉള്ളൂ, അത്ര ചിന്തിച്ചാൽ മതി ഏതൊരു മനുഷ്യനും കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ മെല്ലെ ഇറങ്ങി നമ്മൾ ഊട്ടിയിൽ കൊടൈക്കനാൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇറങ്ങുന്ന പോലുള്ളൊരു സ്ഥലം കേട്ടോ. അങ്ങനെ 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 ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഓടുകയാണ്. ഇതൊരു ഫോട്ടോ കേട്ടോ. ഇവിടെ ഒക്കെ ടൂറിസ്റ്റുകളെന്ന് അറിയുന്ന സ്ഥലമാണ്, പക്ഷെ ഒന്നും ഇപ്പോൾ ടൂറിസ്റ്റുകളില്ല, 1-2 വാഹനത്തേ ഉള്ളൂ. ഇത് ഇന്ന് മഴയും കൂടി പെയ്തിട്ടോ ഇവിടെ. ഞാൻ തന്നെ ഇറങ്ങാൻ ലേറ്റായി. ഞാൻ ഇറങ്ങാൻ വിചാരിച്ചു കൊടുത്തുന്നു, ഇന്നലെ തന്നെ മഴ കൊണ്ട് മഴയും ചളിയും എല്ലാം കൂടി ആയിട്ട്, ചളിയില്ല പക്ഷെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഷൂസും കാര്യമൊക്കെ നനഞ്ഞിട്ട് നമുക്കൊരു സുഖവും കിട്ടില്ല. ഇവിടെ സ്മോക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാണുന്നുണ്ട്. സ്മോക്ക് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കഞ്ചാവൊന്നും പെർമിഷൻ ഇല്ല, പക്ഷേ എന്തിൻ്റെ സ്മോക്കാണെന്ന് അറിയില്ല ഹീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഉണ്ട്, തുറന്നിട്ടുണ്ട്. ഓ, റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ കേട്ടോ, റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെയാണ്. ഇതൊരു ജംഗ്ഷൻ കേട്ടോ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ നമ്മൾ തിരിയാനുള്ള ഒരു ജംഗ്ഷനാണ്. ഇവിടുത്തെ കാഴ്ച ഉണ്ടല്ലേ, നേരെ മേലെ ഹൈവേ ആണ് കേട്ടോ. ആ മേലെ വാഹനങ്ങൾ പോകുന്നൊക്കെ ഹൈവേ ആണ്. ഇത് നമ്മൾ ബുധവേലെ ബസ് സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിൽ ഇറങ്ങിയുള്ള സ്ഥലം കേട്ടോ, നേരെ ഫ്രണ്ടിൽ ഇറങ്ങിയുള്ള സ്ഥലമാണ്. ഇവിടെ റെസ്റ്റോറൻറ്റുകളാണ് കാര്യമായിട്ടുള്ളത്, മെഡിക്കൽ റെസ്റ്റോറൻറ്റ്. ബസ്സിലൊക്കെ വരുന്നവർക്ക് അർജൻറ്റിനുള്ള സംഗതികളാണ്. ഇവിടെ പല നാട്ടിലെ ഫുഡും ഉണ്ട്, നമ്മൾ ഇന്ത്യൻ ഫുഡായിട്ടില്ല. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് ഇവിടെ ഇന്ത്യൻ ഫുഡ് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇന്ത്യൻ ഫുഡ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മോണ്ടിനിഗ്രോയിൽ ബുധവയിൽ വന്നു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ സീസൺ ആകുമ്പോഴേക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾ തുറക്കുന്ന ഹോട്ടൽ കേട്ടോ. എനിക്ക് കാണിച്ചു തന്നു ഏതാണ് അദ്ദേഹം എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് ഈ ഷീറ്റിൻ്റെ കാണിക്കുന്നില്ലേ, ഈ ഷീറ്റിൻ്റെ കാണിക്കുന്നില്ലേ, ഇതാണ് അദ്ദേഹം തുറക്കാൻ പോകുന്ന ഹോട്ടൽ കേട്ടോ. അപ്പോൾ നമ്മളെ കേരള ഫുഡ്, ഇന്ത്യ ഫുഡ് ഫുള്ള് നമ്മളെ മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ച് പൊളിക്കട്ടോ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതാണ് സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റിലാണ്. അങ്ങനെ നമ്മൾ സരജേവോ ബോസ്നിയയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കേട്ടോ. ഇത് ബസ് സ്റ്റേഷനാണ് ഇവിടെ അപ്പുറത്തേക്കുള്ളത്. ഇവിടെ നമ്മൾ ഇന്ന് ടിക്കറ്റ് എടുക്കുകയാണ്, നാളെ രാവിലത്തെ ബസ്സിന് കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് നേരെ പോകും. നമുക്ക് 21 യൂറോ ആണ് വരുന്നത്. ഇവിടെ നിന്ന് സരജോവോ ബോസ്നിയയിലേക്ക് വരുന്ന നമുക്ക് എമൗണ്ട് 21 യൂറോ ആണ് കേട്ടോ. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ഒരുവിധം സാധനങ്ങളൊക്കെ നല്ല വിലക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെയുള്ള വഴിയിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബസ്സിൽ 2 യൂറോ കൊടുത്ത് പോകണം. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബസ് സ്റ്റോപ്പിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണുന്നത്. ഇവിടുത്തെ രസം എന്താ പറയുക, നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തില്ലേ, അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 1.5 യൂറോ 2 യൂറോ ഒക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുന്നതിന് നമ്മളെ എൻട്രി ആ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് കടക്കാൻ വേണ്ടി വേറെ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 2 യൂറോൻ്റെ യാത്രയ്ക്ക് അവിടെ നിന്ന് ബസ് കയറുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ പറയുണ്ടെങ്കിൽ, അവരവിടെ നിന്ന് നമ്മളോട് 4 യൂറോ വേണം. മറ്റേ നമ്മൾ നേരെ പുറത്ത് വന്ന് അതിൻ്റെ ബസ് സ്റ്റോപ്പ് വന്ന് കയറുമ്പോൾ ആ 2 യൂറോ ഒഴിവായിട്ട് ബസ്സിൻ്റെ ചാർജ് മാത്രമാവും. ഐഡിയ മനസ്സിലായി നിങ്ങൾക്ക്? ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് കയറാനുള്ള ആ പൈസ കൊടുക്കാതെ അതിൻ്റെ പുറത്തുള്ള ഫസ്റ്റ് സ്റ്റോപ്പ് പോയി കയറിയാൽ മതി ബസ്സുകൾക്ക്. നമ്മൾ സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഗ്ലാസിൻ്റെ ഇടുന്നത് ഈ തണുപ്പ് കാലത്താട്ടോ. തണുപ്പില്ലാത്ത കാലത്ത് അതൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഇപ്പോൾ കണ്ടില്ല, അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആൾക്കാർ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യും. എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഇവർ മടിയന്മാരാകുന്നത് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ മടിയന്മാരായി പോവുമോ അറിയില്ല. പക്ഷേ സെറ്റപ്പാണ് സംഗതി. ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ കുറച്ച് ദിവസം എൻജോയ് ചെയ്യാം. ജീവിതം മൊത്തം ഇങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ കാര്യം കട്ടപ്പോകയായിരിക്കും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 500 മീറ്റർ നടന്ന് നേരെ ഈ ബസ് സ്റ്റോപ്പിലെത്തിട്ടോ. ഇനി ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ 2 യൂറോ കൊടുത്താൽ മതി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ അറിയുമോ? 180 രൂപ നമുക്ക് പോകും. അപ്പോൾ എൻ്റെ ട്രാവലിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. ട്രാവലിൽ നമുക്ക് അനാവശ്യ ചിലവുകളാണ്. ശ്രദ്ധിച്ചാൽ കിട്ടുന്ന കുറേ ചിലവുകളുണ്ട്. നമ്മൾ ടൂറല്ലേ, യാത്രയല്ലേ, ഏതായാലും പോട്ടെ എന്ന് വിചാരിക്കുന്ന സംഭവം സേവ് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി. നിങ്ങൾ എപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ചെയ്യുമ്പോൾ ആ അനാവശ്യമായിട്ടും നെഗ്ലിജൻ്റായിട്ടും നമ്മൾ പോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന യാത്രയ്ക്ക് ചെയ്യുന്ന ചിലവുണ്ടല്ലോ, ആ ചിലവ് നിങ്ങൾക്ക് പകുതി നിങ്ങളെ ടോട്ടൽ ചിലവിൻ്റെ പൈസയായി മാറും കേട്ടോ. അല്ലാതെ നമ്മൾ ഇറുക്കെ പിടിക്കുക കാര്യങ്ങളൊന്നുമല്ല. അശ്രദ്ധമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ നോക്കൂല, യാത്ര ചെയ്യുമ്പോൾ നോക്കൂല, ടാക്സിക്ക് വെറുതെ അനാവശ്യമായിട്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയോ, ഇവിടെയൊക്കെ ടാക്സിക്ക് നിങ്ങൾ
കയറിക്കഴിഞ്ഞാൽ തോന്നിയ മാതിരിയാണ് പല രാജ്യങ്ങളും. അപ്പോൾ നിങ്ങൾ 50 യൂറോ 20 യൂറോ ഒക്കെ വലിയ ചോദിച്ചോടും. അതൊക്കെ നമ്മൾ അന്നെങ്കിൽ 500 മീറ്റർ നടക്കാൻ അല്ലെ ബസ് കയറിയ 1 യൂറോ ഒക്കെ വരുന്ന സാധനത്തിന് ഇവർ 25-50 ഒക്കെ വാങ്ങിയ ചരിത്രങ്ങൾ പല രാജ്യങ്ങളുണ്ട്. ജർമ്മനിയിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള ബസ് ഇല്ല കേട്ടോ, മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ആൾക്കാരില്ലാത്തതുകൊണ്ടും ബസ് നിർത്തി വെച്ചതെന്നാണ് പറയുന്നത് കേട്ട്. പിന്നെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം നിന്ന് പിന്നെ നടക്കുകയാണ് കേട്ടോ. 11 കിലോമീറ്ററാണ് നടക്കേണ്ടത് അവിടേക്ക്. ഇങ്ങോട്ടേക്കും 11 കിലോമീറ്റർ ബസ്സില്ലാത്തതുകൊണ്ട്. ടാക്സിക്ക് 25 യൂറോ 20 യൂറോ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. എവിടെ വരെ കാണാൻ നോക്കാം. നമുക്ക് മഴ പൊടിയുന്നുണ്ട്, വലിയ മഴ പെയ്യില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 11 കിലോമീറ്റർ അങ്ങോട്ടേക്കും 11 കിലോമീറ്റർ ഇങ്ങോട്ടേക്കും ആയിട്ട് നടന്നു പോയി വരാം കേട്ടോ. നമുക്കൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് മഴ ബുദ്ധിമുട്ടിക്കാതെ ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലുള്ള റോഡാണ് ഇതുപോലെ കോൺക്രീറ്റൊക്കെ ചെയ്ത് അടിപൊളിയാണ്. വാഹനങ്ങളൊന്നും കാണുന്നില്ല. മേലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈവേ ഉണ്ട്. നമ്മളിപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞു, ഇനി 9 കിലോമീറ്റർ. ഓക്കെ, ഇനി 9 കിലോമീറ്ററാണ് നമുക്ക് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ നൈറ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ബീച്ചിൻ്റെ ഏരിയയിൽ. തിയേറ്ററോ നിങ്ങൾ നോക്കി വെച്ചോളി, ഇതേപോലത്തെ നൈറ്റ് ക്ലബ്ബൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അടിപൊളിയാണ്. നമ്മളെ ബീച്ചിൽ നടന്നു പോകുമ്പോൾ കണ്ടതാണ്. ഇതിൻ്റെ ഓരത്ത് കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഓരത്ത് കൂടിയാണ് നടന്നു പോകുന്നത്. മേലെ ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ താഴത്താണ്. നമ്മൾ ഹൈവേയിൽ വരുന്ന സമയത്ത് നിങ്ങൾ പകലൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ താഴോട്ടുള്ള അടിപൊളി വ്യൂ കാണാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കോവളത്ത് ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ട് നിങ്ങൾ, ഇങ്ങനെ ഹോട്ടൽ സമുദ്രേ അങ്ങനെ എന്തിൻ്റെ ആണെന്ന് തോന്നുന്നു ബീച്ചിലുള്ള. അത് കാണുന്ന മാതിരില്ല, അത് ശരിക്ക് കണ്ടില്ല നിങ്ങൾ. ഫുള്ള് ഹോട്ടലുകളാട്ടോ, വലിയ ഹോട്ടലുകളാണ് ബ്രാൻഡ്. കണ്ടില്ല നിങ്ങൾ, അതിൻ്റെ ഓരത്തു കൂടി ആട്ടോ അപ്പം നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഇതിൻ്റെ കടലിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് നടക്കാനുള്ളത്. അവിടെ ചെറിയൊരു ഐലൻഡും കാണുന്നുണ്ട്. അവിടെ എന്തോ അതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പം അൺസീസൺ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരൊറ്റപ്പെട്ട് നടക്കുന്ന മാതിരി കേട്ടോ. അപ്പം ഇതിൻ്റെ ഓരത്തുള്ള ഒരു കഫ്റ്റീരിയൻ്റെ സൈഡിൽ കൂടി കേട്ടോ. അപ്പുറം കാണുന്ന വലിയ ഹോട്ടൽ നമ്മൾ പറഞ്ഞില്ലേ, സമുദ്ര പോലത്തെ ആ വലിയ ഹോട്ടലിൻ്റെ അവിടെ നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ സൈഡിൽ കൂടെ പോകാൻ കഴിയില്ല. ആ സ്ഥലം മാത്രം ഗൂഗിൾ കാണിക്കുന്നത് അതിനെ കവർ ചെയ്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോകണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ബീച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഹോട്ടലായിരിക്കും. കണ്ടില്ലേ, ഡയറക്റ്റ് ബീച്ച് യൂസ് ചെയ്യാം, ആ രീതിയിലുള്ള ഹോട്ടലാണ്. അത് ഹോട്ടലിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ശരിക്കും കണ്ടില്ല, ആ ഹൈവേ ഉണ്ടെങ്കിൽ നേരെ കടലിൻ്റെ ഇതിലേക്ക് കേട്ടോ. ഇത്ര ഹൈറ്റിൽ, എത്ര ഒരു 10 തട്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. ആ താഴത്തു കൂടി നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കടലിൻ്റെ നേരെ ഓരത്തു കൂടിയായി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ആ ദൂരെ കാണുന്ന ഹോട്ടലിൻ്റെ അവിടെ എത്തുമ്പോൾ എന്തുണ്ടാവും, നമ്മൾ നേരെ അതിൻ്റെ ബാക്കിൽ കൂടി പോകും. അപ്പം വലിയ ആൾക്കാർക്കൊക്കെ ഇവിടേക്ക് വരുമ്പം ഒരു ഹോട്ടൽ ഏതാന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്ത് കേട്ടോ. ഡയറക്റ്റ് ബീച്ചിലേക്ക് എൻട്രി ഉള്ള ഹോട്ടലാണ്. ഇതാണെന്ന് തോന്നുന്നു ഈ റിസോർട്ടിൻ്റെ പേര്, ബ്ലാങ്ക് അല്ലേ, ലോഗോ അതാ, ബ്ലാങ്ക് സീ സൈഡ്. എങ്ങനെയുണ്ട് ഈ ഓരത്തു കൂടി നടക്കാൻ? താഴെ കടൽ, നമ്മളെ നടവഴി. നമ്മളാ പറഞ്ഞ അടിപൊളി ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇനി അതിനെ ചുറ്റിയിട്ടാണ് നമ്മൾ പോകാനുള്ളത്. താഴത്തു കൂടെ പോകാൻ പറ്റില്ല. ഇത് ഹോട്ടലിൻ്റെ പേരെല്ലാം നേരത്തെ കാണിച്ചെന്ന് തോന്നുന്നു. അത് ആ റെസ്റ്റോറൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു, ഇപ്പം വർക്കിംഗ് ഇല്ല. അവിടെ നിങ്ങൾ ഡയറക്റ്റ് ബോട്ട് സർവീസൊക്കെ ഈ ഐലൻഡുകളിലേക്ക് പോകാനുള്ള സംവിധാനമൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ആ ബോട്ടിൻ്റെ ജെട്ടി പ്രൈവറ്റായിട്ട് ആ ഹോട്ടലിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സർവീസുള്ള വലിയൊരു ഹോട്ടൽ തന്നെയാണ്. ഇതാണ് കേട്ടോ ഹോട്ടൽ, ദ ന്യൂ മെഡിറ്ററേനിയൻ. ഓക്കെ, അഡ്രാറ്റിക് കടലിടുക്കാണ്, മെഡിറ്ററേനിയൻ എന്ന് അതിന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രൈവറ്റ് ബീച്ചാണ് ഇവർക്കുള്ളത്. ഈ ഹോട്ടലിനുള്ളത് പ്രൈവറ്റ് ബീച്ചാണ്. നമുക്ക് നടന്നു പോകാൻ ഈ ഹോട്ടലിൻ്റെ ഫുഡിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടിയുള്ള ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന സ്ഥലമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പൊതുവേ ഗൂഗിൾ കാണിച്ചുകൊണ്ട് ഞാൻ പോയി എന്നല്ലാണ്ട് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി പോരാൻ പറ്റുന്ന ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടില്ല നിങ്ങൾ, ഇവർ ഹോട്ടൽ അപ്പുറവും ഇപ്പുറവും ഹോട്ടലുണ്ട്, നടുവ് കൂടി ഒരു സബ്വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സബ്വേ കൂടി കടന്നു പോവുകയാണ് നമ്മൾ. ആരും ഇല്ല കേട്ടോ, സബ്വേ കൂടി ആരുമില്ല. ഏകദേശം 1 കിലോമീറ്ററോളം സബ്വേ കൂടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുറേ ദൂരം ഞാൻ നടന്നു. കണ്ടില്ലേ, ഒരാളുമില്ല. മേലെ നമ്മൾ എന്തെങ്കിലും ഒരു വെളിച്ചത്തിനൊരു സാധനം ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കണ്ടില്ലേ. ഇതന്നെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നടന്നു പോവുക.
അങ്ങനെ ഇനി നമ്മൾ 6 കിലോമീറ്റർ നടക്കണം. ദ ഹോട്ടൽ ആൻഡ് റിസോർട്ട് മെഡിറ്ററേറിയൻ കാണിക്കുന്നത് വലിയൊരു ലോകാട്ടോ. അതിൻ്റെ എൻട്രി, അതിൻ്റെ എന്താ പറയുക സെക്യൂരിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും ചുറ്റിക്കറങ്ങി വരേണ്ടി വന്നത്. ഇതുവരെ ആരും കണ്ടെത്താത്ത വഴികളിലൂടെയാണ് ഗൂഗിൾ എന്നെ നയിച്ചു കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മൾ ബീച്ചിൻ്റെ മറ്റേ ഹോട്ടലിൻ്റെ ആ ഭാഗമാണത്. ഇതിലൂടെ ഒരു ചെറിയ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട് വെള്ളത്തിൻ്റെ. അതിൻ്റെ ഓരത്തു കൂടിയാണ് നേരെ കടലിലേക്ക് എത്തുന്നത് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും കടലിൻ്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇത് 2 കിലോമീറ്ററോളം നമ്മളെ പ്രൈവറ്റ് സെക്ടറിൽ കൂടി വേറെ നടത്തിച്ചിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ആ പ്രൈവറ്റ് സെക്ടർ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മളെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. ബീച്ചിൻ്റെ ഭാഗത്തുള്ള എന്താ പറയുക, ട്രാക്കിലൊക്കെ എത്തി. ഈ ഭാഗത്ത് ബീച്ച് ഉണങ്ങി കിടക്കുക. ആൾക്കാർ ഒറ്റയും തെറ്റയും മാത്രം ഏതെങ്കിലും അത്യാവശ്യമുള്ളവർ മാത്രം നടക്കുന്ന ട്രാക്ക്. അങ്ങനെ ഇനി 5.5 കിലോമീറ്റർ കൂടി നടക്കാണ്ട്. നടന്ന് തളർന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ വിടൂല. ഇതാണ് കാഴ്ച. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ അവിടെ കുറച്ച് കയറി കിടക്കുന്ന, അതാണ് ഈ ഭാഗത്തൊരു പ്രത്യേകത കേട്ടോ. ഇവിടെ എല്ലാവരും കടലിൽ കുളിക്കാൻ അതായത് കുളിക്കുന്ന സ്ഥലമാണ്. കണ്ടില്ല നിങ്ങൾ? അടിപൊളി ബീച്ചാണ്, ഹോട്ടൽസൊക്കെ ഉള്ള എല്ലാ സൗകര്യമുള്ള, നൈറ്റ് ക്ലബ്ബ്, ഫുഡ് എല്ലാം ഉള്ള സ്ഥലം കേട്ടോ. ഈ ഭാഗമാണ് നമുക്കൊന്ന് കാണാനുള്ളത്. ഇവിടെ ഇപ്പോൾ ആരും മഴയൊക്കെ ആയതുകൊണ്ട് കുളിക്കുന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ കാണാൻ വരുമ്പോൾ സീസണിൽ തന്നെ വന്നെങ്കിലേ, പക്ഷേ സീസൺ അല്ലാത്തപ്പം വന്നാൽ നമുക്ക് സ്വന്തമൊക്കെ ആസ്വദിച്ച് കൈകാര്യം ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ സ്ഥലത്തിന് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്നത് പോലെ ബീച്ചിൻ്റെ ഇതിൽ വലിയ ഹോട്ടൽ കാസിനോ ഒക്കെ ഉള്ള, അടിച്ച് പൂസാനും കളിക്കാനും പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഇങ്ങോട്ട് വന്നിട്ട് ബീച്ച് കുളിക്കുക, നേരെ പിന്നെ എൻജോയ് ചെയ്യുക, അതിൻ്റെ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് പുതിയത് വരുന്നുണ്ട് കേട്ടോ. അത്ര അപ്ഡേഷൻസാണ് നടക്കുന്നത്. അടിച്ച് പൊളിക്കാൻ ആൾക്കാർക്ക് എൻജോയ് അതാണ് ശരിക്കും പറയാനുള്ളത്. വേറെ ഒന്നുമില്ല ഇവിടെ. ഈ ഭംഗി ആസ്വദിക്കുക, വരിക, എൻജോയ് ചെയ്യുക. അതിനുള്ള സൗകര്യങ്ങൾ അത്രയും സെറ്റപ്പിൽ ചെയ്തു വെക്കുകയാണ്. യൂറോ ഇങ്ങനെ അടിച്ച് കസർത്തി ചിലവഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സ്ഥലത്തൊരു ബോർഡ് ഉള്ളതാണ്, പബ്ലിക് ഫാമിലി ബീച്ച്, പ്ലാസ പപ്പില്യൻ. ഇതാണ് തോന്നുന്നത് ഈ സൈഡ് കേട്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഹോട്ടൽസ് വരുന്നത് എമ്മാതിരി ഞങ്ങൾ വിചാരിച്ച് ഒരു രക്ഷയില്ല. എൻജോയ്. ഇതാണ് ഈ മൂല. ഇപ്പം നമ്മൾ നടന്ന് വന്ന് കുറേ ആ മൂലയിൽ കൂടിയൊക്കെ അപ്പുറത്താ കാണുന്ന പച്ചേൻ്റെ അവിടെ കൂടിയൊക്കെ കടന്നു വന്ന് നടന്ന് ഇതിൻ്റെ ഓരത്തു കൂടി അത് അവിടെ എത്തിയിട്ടോ. ഇതൊരു നടക്കാനൊന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി അടിപൊളി കേട്ടോ കണ്ടിങ്ങനെ പോകാൻ. ഇനി നമ്മൾ കാണുന്ന സൈഡൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റും എൻജോയ്മെൻറ്റ് സ്ഥലമായിരിക്കും. നമ്മൾ ഇതിൽ കൂടെ കടന്ന് ആ ബിൽഡിങ്ങിൻ്റെ എൻഡിലൂടെ കടലിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് ഇനിയും പോകാൻ പോകുന്നത് കേട്ടോ. അപ്പുറം എത്തിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ ഓപ്പണായിട്ടുള്ളതൊക്കെ തുടങ്ങി. ഇതിൻ്റെ ചെറിയൊരു പാർട്ട് നമ്മളെ കോവളത്തുണ്ട്, ശരിയല്ലേ? നമ്മളെ ഗോവയിലൊക്കെ എന്തായാലും ഉണ്ട്, പക്ഷെ നമ്മളെ കോവളത്തെ ഒരു മൂലുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫീലിംഗ് ആണ്. കോവളത്തും ഇതേപോലെ ഹൈറ്റുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ എൻജോയ് ചെയ്ത ആൾക്കാർ കോവളത്തിന് ഭംഗിയായിട്ട് പറയുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ. ഈ ബീച്ചിൽ നരനായാട്ട് നടത്തി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. ഇതാണ് ആ ബീച്ചിൻ്റെ പ്രധാന ഭാഗങ്ങൾ കേട്ടോ. പ്രധാന ഭാഗങ്ങൾ ഫുള്ള് പൂട്ടിയിട്ടിരിക്കുകയാണ്. മഴയും സീസണും ഇല്ലാത്തത് കൊണ്ടാണ്. സീസണുള്ള സമയത്ത് നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും തോന്നില്ല. ഇതിൻ്റെ സെറ്റപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു നമുക്ക്. എന്തായാലും റഷ് ഉണ്ട്. നിങ്ങൾ ഫുള്ള് ഹോട്ടൽസിൻ്റെ കളിയാണ്. ഇവിടെ വന്ന് ദിവസങ്ങളോ ആഴ്ചകളൊക്കെ താമസിച്ച ആൾക്കാർ എൻജോയ് ചെയ്തിട്ട് ബോധമില്ലാതെ നടന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ. ഇത് ഇവിടെ എല്ലാം കിട്ടുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ വ്യൂ കണ്ടില്ല നിങ്ങൾ? കടലിൻ്റെ കുളി എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള കുളിയാണ്. ഇതുകൊണ്ടാണ് ലോകത്തിലെ സ്വർഗം ബുധുവല എന്ന് പറയുന്നത്, മോണ്ടിനിഗ്രോ. അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രധാന പോയിന്റിലാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടിപൊളി കോർണർ, കടൽ വന്ന് അവസാനിക്കുന്ന കോർണർ. ഇവിടുന്ന് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ആ ഐലൻഡ് ഭാഗത്തേക്കൊക്കെ പോകാനായിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏറ്റവും പോയിൻ്റ് സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളെത്തി ഇതിൻ്റെ സ്ട്രീറ്റുകൾ കാണിച്ചു തരാം.
ഈ കടലിനോട് ചേർന്നിട്ട് ഇതുപോലെ ബിൽഡിങ്ങും സ്ട്രീറ്റും ഉണ്ടാക്കുക. എവിടെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്ത് സംഭവം ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എത്ര ദൂരം വിട്ടിട്ടാണ് അനുവദിക്കുക. ഇവിടെ ഇതായി ഇറങ്ങിയ കടൽ, ഇവിടെ ഇതാ ബിൽഡിങ്, താമസം, എല്ലാ സംഗതികളും, റെസ്റ്റോറൻറ്റ്, മനുഷ്യന് വേണ്ടി എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഇത് ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മളെ നാട്ടിലത്തെ പിടിച്ചു വെച്ചിട്ടും പൂട്ടി വെച്ചിട്ടും എന്താ കാര്യം? ഇല്ലെങ്കിൽ ഒരു പൈസ ഉള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോകും. നമ്മളെ നാട്ടിൽ ഈ സൗകര്യം ചെയ്താൽ ലോകത്തിലെ എല്ലാ പൈസയും നമ്മളെ നാട്ടിലേക്ക് വരും. നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ അത്ര സുന്ദര നാടാണ്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നിയമങ്ങൾ മാറ്റി അടിപൊളിയാക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. പിന്നെ നമ്മൾ ഇതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പാറകൾ കണ്ടെങ്കിൽ ഇവിടുത്തെ മാർബിൾ അടിപൊളിയാണെന്ന് പറഞ്ഞതിൻ്റെ ആ പീസ് പൊളിയായിട്ട് കണ്ടെങ്കിൽ പാറകൾ കിടക്കുന്ന ആ പാറകൾ നമ്മൾ ദൂരത്തു നിന്ന് കാണുമ്പോൾ ഇത് മനസ്സിലാവില്ല കേട്ടോ. തൊട്ടടുത്തെത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹരം മനസ്സിലാവുക. ഇവിടെയൊക്കെ ആൾക്കാർക്ക് ചുറ്റി നടന്ന് മീൻ പിടിക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സംവിധാനമാണ് കാണുന്നത്. ഇവിടുത്തെ 1-2 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്ന് ഇതിൻ്റെ കളറ് കണ്ടില്ല നിങ്ങൾ? അടിപൊളി കളറല്ലേ, മാർബിൾ പീസിൻ്റെ നമുക്ക് വരുന്ന ആ കളറാട്ടോ. ഇനി രണ്ടാമത് ഇതിൻ്റെ അട്ടി കണ്ടുങ്ങൾ നേരെ മേലെ ഒരു കൈവരിയൊക്കെ കണ്ടോ? ഈ കൈവരി എക്സ്പ്രസ് ഹൈവേ കേട്ടോ. എക്സ്പ്രസ് ഹൈവേ ഇതിൻ്റെ ഓരത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു അതിശയം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ? ഇതാ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഒരു ദിവസം അങ്ങോട്ട് എൻജോയ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഒന്നും പറയാനില്ല. കടലിൻ്റെ സൗന്ദര്യം ഇങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ആ ഗുഹൻ്റെ അകത്ത് കൂടിയുള്ള വഴി ഇങ്ങനെ കേട്ടോ. ഒരു മനുഷ്യനതിൽ ഓടിപ്പോകുന്നത് കൊണ്ട് എനിക്കൊരു പേടിയൊന്നുമില്ല. അല്ലെങ്കിലും ഇവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇത് കണ്ടങ്ങൾ ഇവിടെ ഒന്നും പഴയ ആ കീറി അതേ ഇതിലുള്ളതാണ്. മഴ പെയ്തിട്ട് ക്യാമറ പോയിക്കും തോന്നും. ഒന്ന് തുടയ്ക്കട്ടെ. അങ്ങനെ ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്രകളാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊന്നുമില്ല, പക്ഷേ സീസൺ ടൈമിന് എനിക്ക് തോന്നുന്നു ഇവിടെ റഷായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല ഭംഗിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവ്, ഒന്നും പറയാനില്ല. എന്താ പറയാനുള്ളത്? മഴ കൊണ്ട് നടക്കട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തൊപ്പിയൊന്നും മാറ്റിയതാ. എന്താ പറയാനുള്ളത്? നിങ്ങൾ പറയും, എന്തെങ്കിലും പറയാനുണ്ടോ? രസമായില്ലേ? ഇതൊക്കെ തന്നെ ഒരു കാഴ്ച കാണാണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. തിരിച്ച് ഇതിൽ കൂടി കടന്നു നമ്മൾ ആ കണ്ട വലിയ മലയാണ്. അതിന് വേറെ രസം എന്താ പറയുക, ഒരു കോൺക്രീറ്റോ തേപ്പോ ഒന്നും നടത്തിയില്ല. ആ കീറിയ സ്ഥലം അതേമാരി അങ്ങനെ തന്നെ നിലനിർത്തിയതാണ്, ഒന്നും ആവാതെ. കടലിതാ അതിൻ്റെ സൈഡിൽ ഇവിടെ ഇതാ മഴ വെറുതെ കഫ്റ്റീരിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടില്ല നിങ്ങൾ? ഹാപ്പിനെസ്. ഇനി വീണ്ടും ബീച്ച്, ഇങ്ങോട്ടേക്ക് തള്ളിയിട്ടുള്ള ബീച്ച്. മഴ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടി അടിച്ച് പൊളിക്കായിരുന്നു കേട്ടോ. ഈ മഴ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും നോക്കാതെ നടന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഹൈവേ ഉണ്ട്, നമ്മൾ ആ കണ്ട ഹൈവേ ആണ് കേട്ടോ പോകുന്നത്. അവിടെ ഇതിൻ്റെ മുകളിൽ കൂടി പോയിട്ട് അവിടെ നമ്മൾ കണ്ടില്ല, ആ എൻഡിലേക്ക് ആ ഹൈവേ ആണിത്. തും പാസ് ആവോ ക്യോ മുസ്കുരാവോ തും अब तो तेरा दिल होता है क्या करूँ भाई कुछ कुछ होता है क्या करूँ भाई कुछ कुछ होता है. ആ ഹൈവേ മതിലിനോട് ചേർന്നിട്ട് കണ്ട, വേറെ കാലിൻ്റെ ആവശ്യമില്ല. അവിടെ ആ ഒരു കണ്ടില്ല, ഇവിടെയൊക്കെ അത് ഉണ്ടാക്കി വന്നിട്ട് അവിടെ വെറും ഒരു കാല് മാത്രം കൊടുത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്തു. ഇതൊക്കെ എളുപ്പമുള്ള വഴികളും സേഫ്റ്റിയായ വഴികളും കേട്ടോ റോഡ് ഉണ്ടാക്കുന്നിടത്ത്. നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയൊക്കെ എൻജിനീയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ കണ്ട കാഴ്ചയിൽ നമുക്ക് തോന്നിയതൊന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ.